ഒരു സ്വപ്നജീവിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി. പാർലമെൻറ്റിനകത്ത് രാജഭരണകാലത്തെ ചെങ്കോൽ സ്ഥാപിക്കുക, അവിടെ നിന്ന് തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ എല്ലാം തന്നെ അബദ്ധജടിലമായിരുന്നു. നമ്മുടെ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും നിരക്കാത്ത കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ഈ 1 നടക്കാനിരിക്കെ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ് കടന്നാക്രമിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് മഹാത്മജിയുടെ പേര് മായ്ച്ചു കളയാനോ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും മങ്ങലേൽപ്പിക്കാനോ ഒരു ശക്തിക്കുമാവില്ല. മോദിയുടെ അവസാനവട്ട ശ്രമം അതാണ്. അദ്ദേഹം പറയുന്നത് മഹാത്മാഗാന്ധിയെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ ലോകം അറിയാൻ തുടങ്ങിയത് കേവലം ഒരു ചലച്ചിത്രം പുറത്തു വന്നപ്പോൾ മാത്രമാണ്. ഗാന്ധി ചിത്രം 1982 പുറത്തു വന്നത്. ആ സിനിമ വന്നതിന് ശേഷമാണത്രേ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം അറിയാൻ തുടങ്ങിയത്. ലോകം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഗുജറാത്ത് എന്നാണോ, ഇന്ത്യ എന്നാണോ, അതേ ലോകം എന്നാണോ, എങ്ങനെയും വ്യാഖ്യാനിക്കാം. എന്തായാലും ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഭൂമിയിലും സൗരയൂഥത്തിലുമുള്ള എല്ലാ പ്രദേശങ്ങളിലും അറിയപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. അതിന് ഒരു സംശയവുമില്ല. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രം നേടിയെടുത്ത ഒന്നല്ല ഇത്. കാരണം തൻ്റെ ജീവിതം തന്നെയാണ് സന്ദേശം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയും ജീവിച്ച് കാണിക്കുകയും ആ സമരമുറകളിലൂടെ ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തുകയും അവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് പറഞ്ഞയക്കാൻ നമ്മുടെ ജനതയെ സജ്ജരാക്കുകയും ചെയ്ത മഹാത്മാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. മഹാത്മാഗാന്ധിക്കല്ലാതെ ഒരാളിനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി, കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കോൺഗ്രസ് പാർട്ടിയെ ഇനി പിരിച്ചുവിടണം എന്ന് പറയാൻ മഹാത്മജിക്ക് മാത്രമേ കഴിയൂ. കാരണം അധികാരമാണ് ലക്ഷ്യം എന്ന് വന്നാൽ പിന്നെ പാർട്ടികൾക്ക് പ്രസക്തിയില്ല. അധികാരത്തിന് വേണ്ടി മാത്രമല്ല പാർട്ടികൾ എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഇനി പിരിച്ചുവിടാം എന്ന് പറഞ്ഞതിലൂടെ നൽകിയത്. അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം മനസ്സിലാക്കിയത് ഈ ഗാന്ധി ചിത്രത്തിലൂടെയാണ്. 1982 പുറത്തിറങ്ങിയ സിനിമയിലൂടെ മാത്രമാണ് എന്ന് പറഞ്ഞതിലൂടെ നരേന്ദ്രമോദിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം തന്നെ ശരിവെച്ചിരിക്കുകയാണ്. കാരണം എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുണ്ടെന്നാണ് മോദി ഇലക്ഷൻ കമ്മീഷന് നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത്. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് വിവരാവകാശ നിയമം അനുസരിച്ച് കേജ്രിവാൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആ ചോദ്യങ്ങൾ ഉന്നയിച്ച കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ ഇപ്പോൾ മോദി പ്രകടിപ്പിച്ചിരിക്കുന്ന അജ്ഞതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഈ എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റർ ബിരുദം നേടിയ
നേടി എന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മറ്റൊന്ന്, 1930 തന്നെ മഹാത്മാഗാന്ധിക്ക് ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ കത്തെഴുതിയിരുന്നു. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഗാന്ധിജിയുടെ സമരമുറകളെക്കുറിച്ചായിരുന്നു ആ കത്ത്. നേരിട്ട് കാണണമെന്ന ആഗ്രഹവും ഐൻസ്റ്റീൻ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ 48 കൊല്ലപ്പെടുന്നതുവരെയും ആ മഹാത്മാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നില്ല. മഹാത്മജിയുടെ മരണത്തിന് ശേഷം ഐൻസ്റ്റീൻ അതേക്കുറിച്ച് വീണ്ടും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോകപ്രശസ്തനായ ഐൻസ്റ്റീനെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമായിരുന്നു മഹാത്മജി. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള വിവിധ ഭാഷകളിലുള്ള 2000-ലേറെ പുസ്തകങ്ങൾ നമ്മുടെ പാർലമെൻറ്റ് ലൈബ്രറിയിൽ തന്നെയുണ്ട്. അതിലേതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ, എടുത്തു മറിച്ചു നോക്കാനെങ്കിലും മോദി തയ്യാറായിരുന്നെങ്കിൽ ഇത്തരം ഒരു വിഡ്ഢിത്തം പറയുമായിരുന്നില്ല. മറ്റൊന്ന്, ഗാന്ധി എന്ന പേരിനോട് തന്നെ അസഹിഷ്ണുതയാണ് മോദിക്കും BJPക്കും. കാരണം നേരത്തെ ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെ ഗാന്ധി എന്ന പേർ വന്നു? അപ്പോൾ ഗാന്ധി കുടുംബത്തോട് കാണിച്ചു തുടങ്ങിയ അസഹിഷ്ണുത ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാഷ്ട്രപിതാവിൻ്റെ മഹത്വത്തെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മഹാത്മജിയുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. RSS പ്രചാരകനായി യുവാവായിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിക്ക് മഹാത്മജിയെക്കുറിച്ച് അറിയില്ല എന്ന് കരുതാനാവില്ല. കാരണം ഏതു കാലത്തും RSSൻ്റെയും BJPയുടെയും വർഗശത്രു തന്നെയായിരുന്നു മഹാത്മജി. മഹാത്മജിയെ വകവരുത്തിയ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാനും മഹാത്മജിയുടെ മഹത്വം കുറച്ചു കാണിക്കാനുമുള്ള ശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായി BJP നടത്താറുണ്ട്. ലോകപ്രശസ്തരായ മഹാത്മാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ആ വിരൽ ചൂണ്ടുന്ന ആളിന് എളുപ്പത്തിൽ കുപ്രസിദ്ധി ലഭിക്കാറുണ്ട്. ഉദാഹരണമായി, എബ്രഹാം ലിങ്കനെ വെടിവെച്ചു കൊന്ന പ്രതി എന്തിനാണ് എബ്രഹാം ലിങ്കനെ വെടിവെച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പ്രശസ്തിക്ക് വേണ്ടിയാണെന്നാണ്. അത്തരത്തിൽ കിട്ടുന്ന പ്രശസ്തി ഒരിക്കലും ഒരു പ്രസിദ്ധിയല്ല, അതിന് കുപ്രസിദ്ധി എന്നാണ് പറയുന്നത്. ഇപ്പോൾ മോദി പല കാര്യങ്ങളിലും നടത്തുന്ന പ്രസംഗങ്ങളും അഭിമുഖങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിൽ അത് BJPക്ക് ഗുണം ചെയ്യുമോ എന്ന് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സർവേ ഫലങ്ങളല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ വിജയം തീർച്ചയായും ആവർത്തിക്കാൻ ഇക്കുറി കഴിയില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 400 എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയ മോദിക്ക്, അതുപോലെ അമിത്ഷായ്ക്ക് 300-ലേക്കും ഇപ്പോൾ അതിന് താഴേക്കും എത്തേണ്ട അവസ്ഥയിലേക്കാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് NDAക്ക് 230 സീറ്റിനപ്പുറത്തേക്ക് ലഭിക്കില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക്, രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള അവസരമായി ഇത് മാറും എന്നതിൽ സംശയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പാർലമെൻറ്റിനകത്ത് രാജാധികാരത്തിൻ്റെ ചിഹ്നമായ ചെങ്കോൽ സ്ഥാപിച്ചു.
അതിനുശേഷം അദ്ദേഹം രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് തൊട്ട് മുമ്പ് ധ്യാനത്തിന് പോയി, ഹിമാലയ സാനുക്കളിൽ പോയി ധ്യാനമിരുന്നു. ഇപ്പോൾ 24 തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം വരാൻ പോകുന്നത് കന്യാകുമാരി വിവേകാനന്ദ പാറയിലാണ്. എവിടെ പോയി ഇനി അദ്ദേഹം ഗംഗയിൽ എത്ര മുങ്ങിക്കുളിച്ചാലും കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ അദ്ദേഹം നമ്മുടെ ഭരണഘടനയ്ക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന തത്വങ്ങൾക്കും എതിരായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് മാപ്പ് ലഭിക്കില്ല. അതുകൊണ്ടൊക്കെ ആവണം വിവാദങ്ങൾ ഉയർത്തുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും അദ്ദേഹം നടത്തുന്നത്. മഹാത്മജിയെ വില കുറച്ച് കാണുക, അല്ലെങ്കിൽ മഹാത്മജിയുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുക എന്ന ശ്രമം തികച്ചും ബാലിശം മാത്രമല്ല, അസാധ്യവുമാണ്. ഗംഗാനദിയെ ഹിമാലയത്തിലേക്ക് തിരിച്ച് കൊണ്ടുപോകുക എളുപ്പമാണോ? അത്തരത്തിൽ അസാധ്യമായ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഏർപ്പെട്ടിരിക്കുന്നത്.